ചൂരക്കറിയാണ് വെക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചൂരക്കറിയാണ്. നമ്മൾ കടുക് വറുത്ത് കടുക് ഉലുവ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണ ഒഴിച്ച് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വഴണ്ട് വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് മുളക് 1 ടേബിൾ സ്പൂൺ മുളകാണ്. എരിയുള്ള മുളകായതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്. പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ പുളിക്കും ഓരോ പുളിയായിരിക്കും. പുളി കൂടിയതും കുറവും ഒക്കെ കാണും. ഇനി ഈ ഒരു വെള്ളം തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയ മുറി തേങ്ങയും കുറച്ച് ചുമന്നുള്ളിയും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൊടുക്കുമ്പോൾ മീൻ ഉടയാതെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കടുക് വറക്കാൻ നേരം വെളിച്ചെണ്ണ ഒഴിച്ചത് കാരണം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്.